തിരുവനന്തപുരത്തിൻ്റെ മലയോര പ്രദേശമായ കാട്ടാക്കടയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റും മഴയത്തും വ്യാപകമായ കൃഷിയാണ് നശിച്ചത്. നമ്മൾ ഈ നിൽക്കുന്നത് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത വാഴത്തോട്ടത്തിലാണ്. ഇവിടെ ഏതാണ്ട് 3 സ്ഥലങ്ങളിലായാണ് ആ കർഷകൻ ഇത് വാഴ കൃഷി നടത്തിക്കൊണ്ടിരുന്നത്. 3 സ്ഥലങ്ങളിലായി. അതിൽ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ മുഴുവൻ നശിച്ചു. ഏത്തക്കുലയാണ് വെച്ചിരുന്നത്. ചെറിയ തോതിൽ ഇതാ മൂത്തു തുടങ്ങുന്ന ഏത്തക്കുല മുതൽ വലിയ ഏത്തക്കുല, അതായത് വിളവെടുപ്പിന് പാകമായത് വരെയുള്ളത് നശിച്ചു. ഓരോ ഇതിലുള്ള ഇത് ചെറുതായി, നേരത്തെ കണ്ടത് ഏറ്റവും ചെറുതായിരുന്നു, ഇത് കുറച്ചുകൂടി വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ വിളവെടുപ്പിന് പാകമാകുന്ന തരത്തിലുള്ള ഏത്തക്കുലകളുണ്ടായിരുന്നു. അത് മുഴുവൻ നശിച്ച ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇത് ഒരു റബ്ബർ തോട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. റബ്ബർ വീണും നാശമുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതൊക്കെ ഏത്തക്കൊലയുടെ ഇതാണ്. അവിടെ മുഴുവൻ ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ചേട്ടൻ പാട്ടത്തിനെടുത്തതാണെന്ന് തോന്നുന്നു. പാട്ടഭൂമിയാണ്. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കള്ളിക്കാട് സർവീസ് സഹകരണ സംഘത്തിൽ നിന്നാണ് ഞാൻ ലോൺ എടുത്തിരിക്കുന്നത്. അവിടുത്തെ സെക്രട്ടറി വിനോദ് കുമാറും കൂടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇതിപ്പോൾ ചെയ്തത്. ഏതാണ്ട് 1 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇപ്പോൾ ഒരു കൊല്ലത്തിന് മുമ്പാണ്, കഴിഞ്ഞ ചിങ്ങത്തിലാണ് ലോൺ എടുക്കുന്നത്. ഈ ചിങ്ങത്തിൽ ആ ലോൺ ക്ലോസ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം എൻ്റെ 2-3 പണിക്കാരുടെ ഒരു കൊല്ലത്തെ അധ്വാനം കംപ്ലീറ്റ്, ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് 2.5 ലക്ഷം രൂപയ്ക്ക് മേലുള്ള നഷ്ടം ഇതിനകത്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലോട്ടാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് ഒരു പ്ലോട്ടുണ്ട്, താഴെ 2 പ്ലോട്ടുണ്ട്. എല്ലായിടത്തും കൂടെ ഒരു 400 വാഴ. എല്ലാം 400 അല്ല, മൊത്തത്തിൽ വാഴ എല്ലാം കൂടെ 750 കൂടെ വാഴയ്ക്ക് മേലെ ഇപ്പോൾ പോയിട്ടുണ്ട് എനിക്ക് മാത്രം. എന്ന് പറഞ്ഞാൽ ഈ ചാഞ്ഞ് നിൽക്കുന്നത്, ഈ കാറ്റടിച്ചതിൻ്റെ എല്ലാം മൂടെല്ലാം പിഴുത് നിർത്തിക്കുകയാണ്. ഇതിന് നിൽക്കില്ല. ഇതിന് ഈ മണ്ണ് കുതിർന്ന് നിൽക്കുന്നതുകൊണ്ട് അടുത്ത് മഴ പെയ്യുന്ന സമയത്ത് ഒന്നൊന്നായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചത് മൊത്തത്തിൽ പോയി. എത്ര വാഴ വെച്ചതാ 3 സ്ഥലത്തും കൂടെ? 750 വാഴയുണ്ട്. മൊത്തം വെച്ചത് 1000-ന് മേലെ ഉണ്ട്. 1000-ന് മേലെ. താഴത്തെ വയലിൽ എൻ്റെ സ്വന്തം വയലുണ്ട്, അവിടെയും വാഴ വെച്ചിട്ടുണ്ട്. അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. ഈ മലയോര മേഖലകളിലെ മുഴുവൻ കാഴ്ചകൾ ഇത് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. കാരണം കുറേ വർഷങ്ങളായി ഇതിന് പിന്നാലെ നിന്ന് കൃഷി ചെയ്ത ഈ അവസ്ഥയിലേക്ക് ഏതാണ്ട് എല്ലാ വാഴയുടെയും ചൂട്ടിൽ വാഴയിലും കായ്ക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വളരെ ദുരിതമായ, കാണുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ഒരു 10, 15, 20 ദിവസമായെങ്കിൽ മുറിച്ച് ഇവർക്ക് കടയിൽ കൊണ്ട് വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല വെയിറ്റുള്ള ഇത്രയും 1 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ നിന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വില കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. അത് മൊത്തം നശിച്ച ഒരവസ്ഥയാണുള്ളത്. ഇത് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു തോട്ടം ഉദാഹരണമായി കാണിച്ചെന്നുള്ളൂ. ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ തരത്തിൽ തോട്ടങ്ങളും അതിനിടയിലുള്ള ഇടവിളകളും നശിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.